മുടിയാണ് പെണ്ണിന് അഴകെന്ന് പറഞ്ഞാലും മുടി കൊഴിച്ചിൽ പെണ്ണിനെന്നല്ല എല്ലാവർക്കും സമാധാനക്കേടാണ് അല്ലേ. പലവിധ എണ്ണകളും ഹെയർ മാസ്കുകളും എല്ലാം മാറി മാറി ഉപയോഗിച്ചാലും ചിലർക്ക് മുടി കൊഴിച്ചിൽ കുറയണമെന്നില്ല. എണ്ണ കാച്ചിയും യൂട്യൂബിലെ വീഡിയോസ് കണ്ട് ചായപ്പൊടി കുറുക്കിയും നെല്ലിക്കാപ്പൊടി തേച്ചുമൊക്കെ സമയം കളയുന്നവർ അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട് കേട്ടോ. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ ഹോർമോണൽ വ്യതിയാനമാണ് കേട്ടോ. മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഹോർമോണുകൾക്ക് വലിയ പങ്കാണുള്ളത്. ഹോർമോണിലുണ്ടാകുന്ന വ്യതിയാനം മുടി കൊഴിയാൻ കാരണമാകും. അടുത്ത നമ്മുടെ PCOD അല്ലെങ്കിൽ PCOS എന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. ഈ പ്രശ്നങ്ങളുള്ളവർക്ക് മുടി കൊഴിച്ചിലിനുള്ള സാധ്യത വളരെ ഏറെയാണ്. ആൻഡ്രോജൻ ഉൽപ്പാദനം തലയോട്ടിലെ മുടി വളർച്ച മുരടിക്കുകയും ശരീരത്തിലെ മറ്റിടങ്ങളിൽ അമിതമായ രോമ വളർച്ചയ്ക്കും കാരണമാവുകയും അതുപോലെ തന്നെ മൂന്നാമത്തെ ഗർഭകാലവും പ്രസവാനന്തരവും. ഗർഭകാലത്ത് ഈസ്ട്രജൻ ഉൽപ്പാദനം വർദ്ധിക്കും. ഇതിൻ്റെ ഫലമായി മുടി കൊഴിയും കേട്ടോ. പ്രസവത്തിന് ശേഷം ഹോർമോൺ നില സാധാരണഗതിയിലേക്ക് മാറിയാലും പെട്ടെന്നുള്ള ഈ മാറ്റവും മുടി കൊഴിച്ചിലിന് കാരണമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.